എൻ്റെ പേര് സാന്ദ്ര മാത്യു. സെന്റ് തോമസ് ചർച്ച് ഇടുക്കി സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിൻ്റെ 100-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 62-ന്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളാണ്. ദൈവം നമ്മുടെ രക്ഷയാകുന്നു. ദാവീദ് ഇവിടെ പറയുന്നത് പാപത്തിൽ നിന്നുള്ള രക്ഷയല്ല, അപകടത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചാണ്. അവൻ തന്നെ എൻ്റെ രക്ഷയും എൻ്റെ പാറയും ആകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. എന്നത്തെയും പോലെ ദാവീദിന്റെ ശത്രുക്കൾ അവനെ പിന്തുടരുന്നു. ശൗൽ അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു നടക്കുന്നു. എന്നിട്ടും ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ കാത്തിരിക്കുന്നു. ഞാൻ ചുറ്റും ഓടി സ്വയം നിയന്ത്രണം വിട്ടുപോകാൻ തയ്യാറല്ല. ഞാൻ എൻ്റെ ദൈവത്തെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവങ്കിൽ നിന്ന് എൻ്റെ രക്ഷ വരുന്നു. അത് ഇന്നും സത്യമാണ്. നാം ഒരു ഭയാനക ലോകത്തിൽ ജീവിക്കുന്നു. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം എൻ്റെ പാറ, എൻ്റെ സുരക്ഷിത സ്ഥാനം എന്ന ഉറപ്പ് നമുക്കുണ്ട്. ദൈവം നമ്മുടെ പ്രത്യാശയാകുന്നു. നിങ്ങൾ പ്രത്യാശയ്ക്ക് വേണ്ടി എവിടെ നോക്കുന്നു? നിങ്ങളിലേക്കോ, നിങ്ങളുടെ പണസഞ്ചിയിലേക്കോ, നിങ്ങളുടെ ബാങ്കിൻ്റെ കണക്ക് പുസ്തകത്തിലേക്കോ, നിങ്ങളുടെ സ്നേഹിതന്മാരിലേക്കോ? നിങ്ങളുടെ ഭാവി ശൂന്യവും ഇരുണ്ടതും ആണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എവിടേക്ക് നോക്കും? ദാവീദ് ദൈവത്തിങ്കിലേക്ക് നോക്കി. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ പ്രത്യാശ അവങ്ങിൽ നിന്ന് വരുന്നു. ദൈവം നമ്മെ നിരപരാധി എന്ന് പ്രഖ്യാപിക്കുന്നവനാണ്. നാം ദൈവസന്നിധിയിൽ പ്രതികളല്ല, വെറും സാക്ഷികളാണ് എന്നറിയുന്നത് നമുക്ക് എത്ര ആശ്വാസം തരുന്നു. ഈ ഭൂമിയിൽ നമ്മൾ തന്നെ നാം നിരപരാധികൾ ആണ് എന്ന് തെളിയിക്കുവാൻ ശ്രമിക്കേണ്ട. നമ്മുടെ പ്രതിഫലം ദൈവത്തിൽ നിന്ന് വരുന്നു. അവൻ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ഇന്ന് നിങ്ങൾ മറ്റ് ജനങ്ങളാലും പല കാര്യങ്ങളാലും ചുറ്റുപാടുകളാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ കാത്തിരിക്കൂ. അവനിൽ നിന്ന് നിങ്ങളുടെ രക്ഷയും പ്രത്യാശയും പ്രതിഫലവും വരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.